എല്ലാവർക്കും സ്വാഗതം. ഭാഗം 63. നമ്മൾ ഇന്ന് രണ്ടാമത്തെ കോണിക്സ്, അതായത് പരാബോള എന്ന് പറയും, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് പരാബോള? ആ ഷേപ്പ് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ 11th പരാബോള പഠിച്ചിട്ടുണ്ട്. താമരയുടെ ഇതൾ പോലെ ഇങ്ങനെ. പിന്നെ അതിന് പല ഷേപ്പുണ്ട്. പരാബോളയ്ക്ക് 4 ഷേപ്പുണ്ട്. വേറെ ഒരെണ്ണം ബോൾ എറിയുമ്പോൾ ഇങ്ങനെ പോയി, അത് ബോൾ എറിയുമ്പോൾ പോകുന്ന ആ ഷേപ്പ്. 4 തരത്തിലുള്ള ഷേപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകതകളെ പറ്റി നമുക്ക് പഠിക്കാം. അതിൻ്റെ ഡെഫിനിഷനും നമുക്ക് പഠിക്കാം. സിമ്പിളാണ്. അപ്പോൾ പരാബോള ബോർഡ് ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഷേപ്പ്. പരാബോളയുടെ ഒരു ഷേപ്പ്. പിന്നെ ഇത് ഇവിടേക്കും വരും, താഴോട്ടും വരും, മുകളിലോട്ടും വരും. അങ്ങനെ 4 തരമുണ്ട്. ആദ്യം തന്നെ ഈ ഷേപ്പ് പഠിക്കുക. അതായത് പരാബോള ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ദാറ്റ് ആർ equidistant from a fixed line and a fixed point. എന്താ മനസ്സിലായോ? അതായത് കുറെ പോയിന്റുകളുടെ സെറ്റ്. ആ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ്? അത് ഒരു ഫിക്സഡ് ലൈനിലെ ഓരോ പോയിന്റുകൾ തമ്മിലും, അതായത് ലൈനിലെ ഓരോ പോയിന്റുകൾ തമ്മിലും ഒരു ഫിക്സഡ് പോയിന്റ് മാത്രമായിട്ട് വരുന്നുണ്ട്. അവ തമ്മിലുള്ള അകലം തുല്യമാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ, ഇത് ഫിക്സഡ് പോയിന്റ് എഫ്. ഇവിടെ എഫ് പി കുറെ പോയിന്റുകൾ കൂടി ഉണ്ട്. P1F തുല്യമാണ് P1B1. പിന്നെ P2F തുല്യമാണ് B2P2 അല്ലെങ്കിൽ P2B2. അതുപോലെ P3F ഈക്വൽ ടു B3P3. അങ്ങനെ കുറേ പോയിന്റ്, ഇതിലുള്ള ഓരോ പോയിന്റ് എടുക്കുക. അതുപോലെ തന്നെ എഫ് ഈ ഇവിടേക്കുള്ള പോയിന്റുകൾ എടുത്ത് അവ തമ്മിലുള്ള അകലം തുല്യമായ പോയിന്റുകളുടെ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. The set of all points in a plane that are equidistant from a fixed line and a fixed point. ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ്, ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ. അതുമേയുള്ള ഓരോ പോയിന്റുകളും എടുത്തിട്ട് ഇവ തമ്മിലുള്ള അകലം തുല്യമായ പോയിന്റുകളുടെ സെറ്റിനെ പറയുന്ന പേരാണ് പരാബോള. ചുരുക്കം പറഞ്ഞാൽ P1, P2, P3, P4 അങ്ങനെ എഴുതാം. ഇവിടേക്കും എഴുതാം. ആ പോയിന്റുകൾ P1, P2, P3 ആ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത, അത് ഈ പറയുന്ന ഫിക്സഡ് ലൈനിലുള്ള ഓരോ പോയിന്റിൽ നിന്നും, അതുപോലെ തന്നെ ഇവിടെ F എന്ന് എഴുതിയ പോയിന്റുകളിൽ നിന്നും ഉള്ള അകലം തുല്യമാണ്. അങ്ങനെ തുല്യമായി കിട്ടുന്ന പോയിന്റുകളുടെ സെറ്റാണ് പരാബോള. ഒന്നും മനസ്സിലായിരിക്കും. ഈ ഷേപ്പ് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഈ ഫിക്സഡ് ലൈനിന് ഒരു പ്രത്യേക പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. നമുക്ക് ആവശ്യമാണ്. ഈ ലൈന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ആൻഡ് ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ആ രണ്ടും നന്നായി ഓർക്കുക. ഫോക്കസ് ഒരു ഫിക്സഡ് പോയിന്റ്, ഇത് ഒരു ഫിക്സഡ് ലൈൻ. ഫിക്സഡ് ലൈൻ ഈസ് കോൾഡ് ഡയറക്ട്രിക്സ്
and fixed point is called focus. അതായത് ഫോക്കസിൽ നിന്ന് നമ്മുടെ പരാബോളയിലേക്കുള്ള ഓരോ പോയിന്റ് തമ്മിലുള്ള അകലവും ഡയറക്ട്രിക്സിലുള്ള ഓരോ പോയിന്റും ഈ ഇതുമുള്ള പോയിന്റുകൾ P1 P2 ഇല്ലേ, ഈ പരാബോളയിലുള്ള പോയിന്റുകളും തമ്മിലുള്ള അകലം തുല്യമാണ്. അങ്ങനെയുള്ള പോയിന്റുകളുടെ സെറ്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പരാബോള. ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡയറക്ട്രിക്സ് എന്താണെന്നും മനസ്സിലാക്കുക. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ്. Fixed point is called focus and fixed line is called directrix. Thank you.